പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം TP കേസിലെ 3 പ്രതികൾക്ക് 1000-ലേറെ ദിവസവും 6 പ്രതികൾക്ക് 500 ദിവസത്തിലധികവുമാണ് പരോൾ ലഭിച്ചത്. ഫലത്തിൽ പ്രതികൾക്ക് ജയിലിൽ കിടക്കാൻ സമയമില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇതിൽ വിമർശനമുന്നയിച്ചിരുന്നു. TP കേസിലെ പ്രതികൾക്ക് ലഭിച്ച എല്ലാ പരോളിനെ കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട് എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. ഈ കേസിലെ പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേകതയെന്നും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അന്ന് ചോദിച്ചിരുന്നു. ഭർത്താവിന് 10 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ 12ാം പ്രതിയായ ജ്യോതി ബാബുവിന്റെ ഭാര്യ PG സ്മിത നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ വിമർശനം. നമുക്ക് നോക്കാം ഈ പരോളുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് 1ാം പ്രതിയായ MC അനൂപിന് ലഭിച്ച പരോൾ 2ാം പ്രതിക്ക് ലഭിച്ച പരോൾ എങ്ങനെയാണെന്ന് കൃത്യമായി തന്നെ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ നമുക്ക് നോക്കാം. 1ാം പ്രതി MC അനൂപിന് ലഭിച്ച പരോൾ 20 ദിവസം പരോള് ശനിയാഴ്ച പുറത്തിറങ്ങി. ആകെ 920 ദിവസമാണ് TP വധക്കേസിലെ 1ാം പ്രതിയായ അനൂപിന് ലഭിച്ച പരോൾ. അടുത്ത പ്രതിയെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ TK രജീഷാണ്. 4ാം പ്രതിയാണ് കേസിലെ. ഡിസംബർ 19-ന് 20 ദിവസം പരോൾ അനുവദിച്ചു. ജനുവരി 10-ന് തിരിച്ചെത്തി. 3 മാസത്തിനിടെ 2 തവണ പരോൾ. ആകെ പരോൾ ദിവസം എന്ന് പറയുന്നത് 960 ദിവസമാണ് പരോൾ ലഭിച്ചത്. അടുത്തത് കേസിലെ 5ാം പ്രതി മുഹമ്മദ് ഷാഫി ഡിസംബർ 20-ന് 15 ദിവസത്തെ പരോള് ലഭിച്ചു. ആകെ 16 തവണ പരോൾ കിട്ടി. 671 ദിവസം പരോൾ കിട്ടിയിട്ടുണ്ട് കേസിലെ 5ാം പ്രതിയായ മുഹമ്മദ് ഷാഫിക്ക്. അടുത്തത് നമുക്ക് നോക്കാം. ഷിനോജ് 7ാം പ്രതിയാണ്. ഡിസംബർ 20-ന് 15 ദിവസത്തെ പരോൾ അനുവദിക്കുന്നു. 17 തവണകളായി 940 ദിവസത്തെ പരോൾ ലഭിക്കുകയാണ്. അടുത്തതായി നോക്കാം. ഏതായാലും ഇത്രയും പ്രതികളുടെ പരോൾ വിശദാംശങ്ങളാണ് നമുക്കുള്ളത്. അടുത്തതായിട്ട് കീർമാണി മനോജിന്റെ പരോൾ എത്ര ദിവസത്തെയാണ് എന്ന് നമുക്ക് നോക്കാം. കേസിലെ 2ാം പ്രതിയാണ് കീർമാണി മനോജ് പരോൾ 19 തവണയായിട്ട് പരോൾ ലഭിക്കുന്നു. 1068 ദിവസം കീർമാണി മനോജ് പുറത്തായിരുന്നു. 1068 ദിവസം പരോൾ ലഭിച്ച് പുറത്തായിരുന്നു. മറ്റൊരാളാണ് അണ്ണൻ സുജിത്ത് കേസിലെ 6ാം പ്രതിയാണ്. 21 തവണ അണ്ണൻ സുജിത്തിന് പരോൾ ലഭിച്ചു. 1078 ദിവസം അണ്ണൻ പുറത്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊരാൾ കൊടിസുനിയാണ്. 3 തവണ 60 ദിവസത്തെ പരോളാണ് കൊടിസുനിക്ക് ലഭിച്ചത്. 3 തവണ 60 ദിവസത്തെ പരോൾ കൊടിസുനിക്കും ലഭിക്കുന്നു. ഇങ്ങനെയാണ് ഈ പ്രതികൾക്ക് പരോൾ ലഭിച്ച വിശദാംശങ്ങൾ. നോക്കൂ, ഒരു കൊലക്കേസ്, കേരളം ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൊലക്കേസിലെ പ്രതികൾക്കാണ് ഇങ്ങനെ സർക്കാരിന്റെ ഒത്താശയോടെ ഇത്തരത്തിൽ പരോളുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. കണ്ണൂരിൽ നിന്നും ബിജീഷുണ്ട് വിവരങ്ങൾ കൂടുതൽ സമഗ്രമായി പറയാൻ. ബിജീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധി പ്രതികൾക്ക് ഇതിനോടകം തന്നെ പരോൾ ലഭിക്കുന്ന സാഹചര്യം. ജയിലിൽ കഴിയുന്നതിനേക്കാൾ അതിലേറെയും പ്രതികൾ പുറത്താണ് സൂര്യവിഹാരം നടത്തുന്നത്. എന്താണ് ബിജീഷ് ഈ വാർത്തയുടെ സമഗ്ര രൂപം? 2012 മെയ് 4-ാം തീയതിയാണ് RMP നേതാവായ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. അത് കഴിഞ്ഞ് 2 വർഷമാകുന്ന ഘട്ടത്തിൽ 2014 ജനുവരി 28-ന് മാറാട് പ്രത്യേക കോടതി 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചു. നരഹത്യാ കുറ്റം ചുമത്തിക്കൊണ്ടായിരുന്നു ഈ ശിക്ഷ. അവിടെ നിന്ന് 2 വർഷം കഴിയുന്ന ഘട്ടത്തിലാണ് 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത്. ഇപ്പോൾ 2ാം പിണറായി സർക്കാർ അതിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് അടുക്കുന്നു. 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാരിന്റെ ഭരണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ 2025-ൽ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി നൽകിയ ഒരു ഉത്തരവുണ്ട്. അതായത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യത്തിനായിട്ട് മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രതികൾക്ക് അനുവദിച്ച പരോൾ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ പുറത്തുവിട്ടത്. ആ കണക്കിനകത്ത് 3 പ്രതികൾ 1000-ലധികം ദിവസം ഈ കാലയളവിൽ, അതായത് 1ാം പിണറായി സർക്കാരിന്റെയും 2ാം പിണറായി സർക്കാരിന്റെയും കാലഘട്ടത്തിൽ ജയിലിന് പുറത്തായിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഒപ്പം TK രജീഷ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ 700-ലധികം ദിവസവും പരോളിൽ പുറത്തിറങ്ങി. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി വലിയ തരത്തിലൊരു വിമർശനം ഈ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉൾപ്പെടെ ഈ സംഭവത്തിനകത്തുണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ
ഇതിനകത്ത് അന്ന് തന്നെ RMB ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചെങ്കിലും അക്കാര്യത്തിലൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനിടയിൽ ഇപ്പോഴും പ്രതികൾക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നത് യഥേഷ്ടം തുടരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ 2026 പിറന്നു. ഈ മാസം 10 ദിവസം കഴിയുന്ന ഘട്ടത്തിലാണ് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള MC അനൂപിന് 20 ദിവസത്തെ പരോൾ അനുവദിച്ചുകൊണ്ട് ജയിലധികൃതർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 10-ാം തീയതി അനൂപ് 20 ദിവസത്തെ പരോളിന് പുറത്തിറങ്ങി. അതിനു തൊട്ടു മുൻപ് 2025 ഡിസംബർ മാസം 19-ാം തീയതി ഈ കേസിനകത്തെ 4-ാം പ്രതിയായിട്ടുള്ള TK രജീഷ് 20 ദിവസത്തെ പരോളിന് പുറത്തിറങ്ങിയിരുന്നു. മറ്റ് പ്രതികളായ 5-ാം പ്രതി മുഹമ്മദ് ഷാഫിയും അതുപോലെ തന്നെ 7-ാം പ്രതി ഷിനോജും 15 ദിവസത്തെ പരോളിന് ഡിസംബർ 20-നും പുറത്തിറങ്ങി. ഇവരെല്ലാവരും തിരിച്ചെത്തിയ ഘട്ടത്തിലാണ് കേസിലെ ഒന്നാം പ്രതിയായ MC അനൂപിന് 20 ദിവസത്തെ പരോൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നത്. വലിയ വിവാദങ്ങളാണ് ഈ TP കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഈ വിവാദങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ ജയിലധികൃതർ പറയുന്നത് ഇത് ചട്ടപ്രകാരം ജയിലിലെ അന്തേവാസികൾക്ക് നൽകുന്ന പരോള് അതിൻ്റെ കൃത്യമായ കണക്കുകൾ പാലിച്ചുകൊണ്ടാണ് TP കേസിലും പരോൾ അനുവദിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് നമുക്ക് വ്യക്തമാകും. കാരണം ഡിസംബർ മാസം 20-ാം തീയതി TK രജീഷിന് 20 ദിവസത്തെ പരോൾ അനുവദിക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുൻപ് ഒരു അടിയന്തര പരോളായിട്ട് ചികിത്സാർത്ഥം TK രജീഷിന് കുറച്ച് ദിവസം പരോൾ അനുവദിച്ചിരുന്നു. ഇങ്ങനെ അടിയന്തര സാഹചര്യത്തിൽ പരോൾ അനുവദിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം മാത്രമേ പുതിയതായിട്ട് പരോൾ അനുവദിക്കാൻ പറ്റൂ. അത് ഈ സാധാരണ പരോളിൻ്റെ സാഹചര്യത്തിലുള്ള പരോൾ അനുവദിക്കുന്ന 6 മാസം കഴിഞ്ഞേ പാടുള്ളൂ എന്നുള്ളതാണ് ചട്ടം. പക്ഷേ സെപ്റ്റംബർ മാസം ചികിത്സാർത്ഥം TK രജീഷിന് പരോൾ അനുവദിച്ചതിന് പിന്നാലെ ഡിസംബർ 20-ന് വീണ്ടും 20 ദിവസത്തെ പരോൾ അനുവദിച്ചു എന്നുള്ളതിൽ തന്നെ ഈ കണക്കുകൾ തെറ്റുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് അല്ലെങ്കിൽ തെളിവാണ് പുറത്തു വരുന്നത്. മറ്റ് 2 പ്രതികൾ അതുപോലെ മുഹമ്മദ് ഷാഫിയും ഷിനോജും അവരും സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് 15 ദിവസത്തെ പരോളിന് പുറത്തിറങ്ങിയത്. ജയിലിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നടക്കമുള്ള സാധാരണ ചട്ടങ്ങൾ ഇവർക്ക് നൽകാറുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകാറുണ്ടെങ്കിലും പലപ്പോഴും എങ്ങനെയല്ല മറ്റു കുറ്റകൃത്യങ്ങളിലടക്കം പങ്കെടുക്കുന്ന സാഹചര്യങ്ങൾ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ വിമർശനം ഉയരുന്നു. RMB ഇതിനകത്ത് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിമർശനം ഉയർന്ന ഘട്ടത്തിൽ തന്നെ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും MC അനൂപിന് ഇത്തരത്തിൽ 20 ദിവസത്തെ പരോൾ അനുവദിച്ച ഘട്ടത്തിൽ ഈ സംഭവം സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം RMB നേതാവായിട്ടുള്ള KK രമ MLA ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. നിയമ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം അതിനകത്ത് ഈ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഏതായാലും പിണറായി സർക്കാർ തുടരുന്നിടത്തോളം കാലം അല്ലെങ്കിൽ LDF സർക്കാർ തുടരുന്നിടത്തോളം കാലം ഈ പ്രതികളെ ഭയന്ന് ഇത്തരത്തിൽ അനിയന്ത്രിതവും യഥേഷ്ടവുമായിട്ടുള്ള പരോൾ പ്രതികൾക്ക് അനുവദിക്കുന്ന സാഹചര്യം തുടരുമെന്നുള്ളതാണ് RMBയും KK രമയും ആരോപണമായി ഉന്നയിക്കുന്നത്.